ഫ്രണ്ട്സ്, KTN ചാനലിലെ പുതിയ ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ചെല്ലാനത്താണ് നിൽക്കുന്നത്. ചെല്ലാന ഹാർബറിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ ചെമ്മീൻ തന്നെയാണ് ബേറ്റ് ഇട്ടിരിക്കുന്നത്. മീനിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്. നച്ചിറയുടെ ചെറിയ കൂട്ടങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. വേറെ പിന്നെ കണവയല്ല കേട്ടോ, സോറി, കണമ്പ്. ഈ കണമ്പ് ഇതെപ്പോഴും മാറിപ്പോകുന്നൊരു സാധനമാണ്. ഇടയ്ക്ക് അവിടെ ഇവിടെ ആയിട്ട് കണമ്പ് ഓടി നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെമ്മീൻ ചെറിയ ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട്. ചെറിയ കൊത്തുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് കയറുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. എടുക്കണോ? ചെമ്മീൻ വെള്ളത്തിലേക്ക് വീഴേണ്ട താമസം നച്ചിറയുടെ ഒരു കൂട്ടം വന്ന് ആക്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ചൂണ്ടയിൽ കൊളുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണത്തിന് കിട്ടിയിട്ടില്ല ഇതുവരെ. കണ്ട, ആ കൂട്ടം വരുന്നിടത്ത് നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടു. അപ്പോൾ ഇത് ഉണ്ണിക്ക് ഒരു നച്ചിറനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നമ്മുടെ കൈപ്പത്തിയുടെ വലിപ്പമുള്ള ഒരു നച്ചിറാണ്. നച്ചിറ കാണാൻ ഏകദേശം ഒരു കരിമീൻ്റെ ആ ഷേപ്പൊക്കെ ആണെങ്കിലും ഇവൻ്റെ മുള്ള് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖമാണ് കേട്ടോ. ഒരു പ്രത്യേകതരം കട്ടുകഴപ്പ് കിട്ടും ഇവൻ്റെ മുള്ളിന്. അതും താഴെയും ഒക്കെ നല്ല മുള്ളുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഇവനെ കൈകാര്യം ചെയ്യാൻ. നമ്മൾ ഒരു തുണിയൊക്കെ ഇട്ട് പതിയെ പിടിച്ച് ആണ് കേട്ടോ ഇവനെ എടുക്കുന്നത്. അപ്പോൾ ദേ ഡോണി വന്നിട്ട് അവനെ നൈസായിട്ട് കാലിനടി ചവിട്ടി പിടിച്ചിട്ട് ശരിയാണല്ലോ ഹുക്ക് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കാലിനടി ഇങ്ങനെ ചവിട്ടി പിടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇവൻ്റെ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖമാണ്. പിന്നെ ഒരു 1-2 മണിക്കൂറത്തേക്ക് നല്ല കട്ടുകഴപ്പായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവനെ നമ്മൾ ജീവനോടെ വെക്കാൻ വേണ്ടി വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്. കാരണം നമുക്കിവിടെ വൈകുന്നേരം വരെ നിൽക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഇതിനിടയ്ക്ക് കടു എന്ന് പറയുന്ന ചെറിയ 2 മീനെ കിട്ടിയായിരുന്നു, അതിനെ ഇട്ടിട്ടുണ്ട്. ഒരു നച്ചിറം കൂടെ കിട്ടി. അപ്പോൾ ഇത് രണ്ടാമത്തെ നച്ചിറ അടിച്ചു കയറ്റിയിരിക്കുന്നത് ഡോണിയാണ് കേട്ടോ. നേരത്തെ കിട്ടിയ നച്ചിറേക്കാൾ ഇച്ചിരി കൂടി സൈസുള്ള നച്ചിറയാണ് കേട്ടോ ഇത്. ഞാനിത് പോൾറോഡ് എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിയുടെ പോൾറോഡ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉണ്ണി നമ്മുടെ റോഡും റീലും ഉപയോഗിച്ച് ഇട്ടു. ഉണ്ണിക്ക് ഇത് അടുത്ത നച്ചിറ അടിച്ചിട്ടുണ്ട്. അതെ, ഇങ്ങോട്ടൊന്ന് അടുപ്പിച്ച്. ശരിക്കും എന്ത് രസമല്ലേ ഈ മീനെ കാണാൻ. നമ്മുടെ വീട്ടിൽ അക്വേറിയത്തിലൊക്കെ ഇട്ട് വളർത്താൻ പറ്റുന്ന ഒരു തരം മീനാണെന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ. അതുപോലെ നല്ല രസമാണ് ഈ മീനെ കാണാൻ. അടുത്ത നച്ചിറ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ണിക്ക് അടുത്ത മീൻ കയറിയിട്ടുണ്ടോ. ഉണ്ണി ഇന്ന് വാശിക്കാണ് കേട്ടോ മീൻ പിടിക്കുന്നത്. ആളിടയ്ക്ക് പോൾ റോഡിലും ഇടയ്ക്ക് ഈ റോഡ് റീലും ഉപയോഗിച്ചൊക്കെ മീൻ കയറ്റുന്നുണ്ടേ. അപ്പോൾ ഗൈസ് ദേ ഇതാണ് കേട്ടോ ഈ മീനിൻ്റെ വായിൽ നിന്ന് ഹുക്ക് റിമൂവ് ചെയ്യുന്ന ഹുക്ക് റിമൂവർ. ഇതൊരു നല്ല ടൂളാണ് കേട്ടോ. മീൻ അകത്തേക്ക് കൊളുത്ത് വിഴുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വെച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഫിഷിങ്ങിന് പോകുന്നവർ ഇതൊരെണ്ണം വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതിനിടയ്ക്ക് ജോസ്മി 2-3 മീനെ പിടിച്ചായിരുന്നു കേട്ടോ. ഡോണിയും പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് ഞാനും ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പുലിമുട്ടിലേക്ക് പോവാണ് ഗൈസ്. നമ്മൾ ഇത്ര നേരം ഹാർബറിലായിട്ട് നമ്മളിപ്പോൾ പുലിമുട്ടിലേക്ക് പോവാണ്. ഹാർബറിൽ നിന്ന് നച്ചിറ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ 1-2 ചെറിയ വറ്റ കിട്ടി. അതെ. അപ്പോൾ പുലിമുട്ടി പോയി നിന്നിട്ട് നോക്കാം, എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അപ്പം നമ്മൾ പോകുന്നത് ചെറിയ പുലിമുട്ടിലേക്കാണ് കേട്ടോ. അവിടെ റൗണ്ടിലുള്ള ഒരു പുലിമുട്ട് കാണാം. അതിലേക്കല്ല, അതിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി നടക്കാനുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ചെറിയൊരു പുലിമുട്ടുണ്ട്, അതിലേക്കാണ് പോകുന്നത്. ഒരു സൈഡിൽ കടലും മറു സൈഡിൽ ഹാർബറും ആണ് കേട്ടോ. നല്ല വ്യൂ ആണ്, നല്ല കാറ്റുണ്ട് ഇവിടെ. എങ്ങനെയാടാ, എവിടെ പോടാ? ഇവിടെയൊക്കെ വല കാണും. അപ്പോൾ ഇന്ന് കടൽ അത്യാവശ്യം കലക്കലൊന്നുമില്ലാതെ അത്യാവശ്യം തെളിഞ്ഞ വെള്ളത്തിലാണ് കേട്ടോ കിടക്കുന്നത്. എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫിഷിംഗ് ബോട്ടുകൾ കിടപ്പുണ്ട്. മീനിൻ്റെ ആക്ടിവിറ്റി ഒന്നും അങ്ങനെ കാണുന്നില്ല. നമുക്കെന്തായാലും ഇട്ട് നോക്കാം. നമ്മൾ ചൂണ്ടയില ഇട്ട് വെച്ചിട്ട് മീൻ അടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഈ 2 കൊളുത്ത് വെച്ച് കോർത്തിട്ടിട്ട്
ചെമ്മീൻ കോർത്താണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇത് ഫുള്ള് ബർണക്കിൾസ് ആണ് കേട്ടോ. ഇത് ഈ നമ്മുടെ കല്ലുമക്കായൊക്കെ പോലെ കല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ജീവിയാണ്. അപ്പോൾ നമുക്ക് ഇത്ര നേരമായിട്ട് സ്ട്രൈക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നേരം പോക്കിന് ഡോണി ഇവിടെ ഇരുന്ന് ഈ ബർണക്കിൾസ് കുത്തി പൊട്ടിക്കുന്നുണ്ട്. നല്ല കട്ടിയാണ് കേട്ടോ ഇതിൻ്റെ പുറന്തോട്ടിന്. കത്രിക ഉപയോഗിച്ച് നമ്മൾ നോക്കിയിട്ടും അത് പോരുന്നില്ല. ഗൈസ്, അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ മലയാളം ഇറച്ചി കിട്ടിയല്ല വാക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഹാർബറിൽ നിന്ന് പിടിച്ച നച്ചരയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് 1-2 വറ്റം കിടപ്പുണ്ട്. ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ടേ കുറച്ച് ഞണ്ടാശാന്മാർ വന്നിട്ട് വലയെല്ലാം പൊട്ടിച്ച് അതിൻ്റെ അകത്ത് കിടന്ന ഒരു വറ്റക്കുഞ്ഞിനെ കീറി മുറിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം കൊണ്ട് നോക്കിയിട്ടും ചെറിയ കൊത്തല്ലാതെ അങ്ങനെ വലിയ കാര്യമായിട്ട് സ്ട്രൈക്കൊന്നും കിട്ടിയില്ല കേട്ടോ ഇതുവരെ. അപ്പുറത്തൊക്കെ ചൂണ്ടക്കാരുണ്ട്, ആർക്കും ഒന്നും കിട്ടുന്നില്ല. എല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥ. പിടിച്ചാണോ? പിന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ ലേറ്റ് ആയതുകൊണ്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയ മീൻ. ഒരു 2-3 കിലോ നച്ചറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.